നമസ്കാരം, എല്ലാവർക്കും സീമാസ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പം ഈ ഈവനിങ് ടൈമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഐറ്റം ഉണ്ടാക്കണം ഇവിടെ. ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഉണ്ടായ ഒരു ഐറ്റമൊന്നുമല്ല, എങ്കിലും ഞാൻ ഇന്നവരെ എൻ്റെ വീഡിയോയിലൊന്നും ചെയ്തിട്ടില്ല അത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പഴംപൊരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതാണല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവരും മൈദയൊക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. ഞങ്ങൾ മൈദയൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വേറെ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സീമാസ് കിച്ചൺ ഏറ്റവും സീക്രട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒരാളാണ് കേട്ടോ. ഒന്നൊന്നല്ല, ഇടയ്ക്കൊക്കെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോഴേ ആളുകൾക്ക് കൂടുതൽ എൻ്റെ ചാനലൊന്ന് കാണാനൊരു ഇഷ്ടം തോന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനലൊന്ന് കാണുക. പിന്നെ നല്ല നല്ല സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടി എൻ്റെ നിന്ന് കിട്ടും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്ന് പറയണ പോലെയൊക്കെ തന്നെ. പിന്നെ കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങളെല്ലാവരും ഞാൻ ഉണ്ടാകുന്നത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, എന്ത് നല്ലതാണോ ചെയ്തതാണെന്ന് എനിക്ക് അറിയണ്ടേ. അപ്പം കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്ന് പറയാം, എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കുക. പുറത്ത് പോകുമ്പോൾ മാസ്ക് ഒക്കെ ഇടുക. മാസ്ക് ഇടാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ പിടിക്കുമ്പോൾ കാണാം കുറേ ആളുകളൊക്കെ കയറ്റി റോഡിൽ കൂടെ മാസ്ക് അങ്ങോട്ട് കൊണ്ടിട്ടു. അപ്പോൾ മാസ്ക് ഒക്കെ ഇടുക എല്ലാവരും. കാരണം നമ്മുടെ ഇപ്പോൾ ഈ ലോകം അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം യെല്ലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, അങ്ങനെ ഒരുപാട് ഫംഗസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് നല്ല പോലെ നമ്മൾ സൂക്ഷിക്കുക, കൈയൊക്കെ വാഷ് ചെയ്യുക, പിന്നെ പുറത്തേക്ക് അധികം പോകാതിരിക്കുക, അത്യാവശ്യങ്ങൾക്ക് അല്ലാണ്ട് പുറത്ത് പോകാതിരിക്കുക കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യുക. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്ന പേടിപ്പെടുത്തുന്ന വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ സേഫ്റ്റി ആയിട്ട് ഇരിക്കുക. പിന്നെ ജോലിക്ക് പോകാനവർക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വളരെ സേഫ്റ്റി ആയിട്ട് മാത്രം പുറത്തേക്കൊക്കെ ഇറങ്ങുക കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പഴംപൊരി ഉണ്ടാകുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ആ ഗോതമ്പ് പൊടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നന്നായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുമോ. പിന്നെ മൈദ കൊണ്ട് ഉണ്ടാകുമ്പോൾ അത്രയ്ക്ക് ഞങ്ങൾ ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. നല്ലതൊക്കെയാണ്, പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ മക്കൾക്കൊക്കെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം തോന്നിയിരുന്നു കേട്ടോ. നിങ്ങൾ ഗോതമ്പ് പൊടി കൊണ്ട് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടിയും അതിൻ്റെ കൂടെ ഞാൻ റവയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിരിക്കുക. പഴംപൊരി വളരെ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കറുമുറ തിന്നാന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ പഴം മേടിച്ചപ്പോൾ ഇന്നലെ ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ കരുതി ഇന്നലെ വീഡിയോ ഇടണമെന്ന് വെച്ചപ്പോൾ എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ അതിനകത്ത് ഒത്തു വന്നില്ല. അപ്പോൾ അതിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി അതിൻ്റെ ബാക്കി കുറച്ച് വളരെയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ട് വയ്ക്കാതെ തന്നെ നമ്മുടെ പഴംപൊരി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ പഴംപൊരി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പഴം തന്നെയാണ് വേണ്ടത് കേട്ടോ, നേന്ത്രപ്പഴം. അപ്പോൾ പഴം ഞാൻ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. പഴമൊക്കെ ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ പഴം ഇപ്പോൾ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 പഴമാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം. പഴം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇനിയിപ്പോൾ കുറവുണ്ടെങ്കിൽ അത്രയും ചേർക്കാം. അതിപ്പോൾ എത്ര അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് നിങ്ങളുടെ അടുത്തുള്ള പഴം എത്രയാണെന്ന് വെച്ച് നമുക്ക് ഇപ്പോൾ വലിയ പഴമൊക്കെ ആണെങ്കിൽ ആയിരുന്നു നമുക്കൊരു 3-4 പീസായിട്ടൊക്കെ മുറിക്കാം കേട്ടോ. ഇവിടെ എനിക്ക് കിട്ടിയത് അത്ര വലിയ പഴമൊന്നും അല്ലായിരുന്നു. അപ്പോൾ എൻ്റെ എണ്ണം കുറവായിരുന്നു കേട്ടോ. പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി ഞാൻ നാളെ ചപ്പാത്തിക്കൊക്കെ എടുത്തിട്ട് കുറച്ച് പകുതി ഉള്ളൂ ഇതിൽ. അപ്പോൾ നമുക്കിത് ഇത് മുഴുവനായിട്ടൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഒരു 2 കപ്പ് ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർക്കണത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇടുമ്പോൾ കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് ഞാൻ അതിൽ ഇട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കണം കേട്ടോ. റവ എന്നൊക്കെ പറയുമ്പോൾ കണ്ടോ, ഇത് ഇങ്ങനെയുള്ള റവ കേട്ടോ. അത് ഏത് റവയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ റവയാണ്, നല്ല തരി കട്ടി കുറഞ്ഞ റവ. അതിപ്പോൾ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടി ഏത് ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പൊടി എടുത്തത് ആശീർവാദിൻ്റെയാണ്. അതിപ്പോൾ ആശീർവാദിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല.
ഏതിൻ്റെ ആയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇനി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പോ ഏതായാലും വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ നമ്മുടെ. അപ്പോൾ കൂടെ നമ്മൾ റവ ചേർക്കാൻ വിട്ടുപോകരുത് കേട്ടോ. ഒന്നുകിൽ റവ അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ മൈദയുടെ കൂടെ ആണെങ്കിലും മൈദ എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതിപ്പോൾ ഗോതമ്പ് പൊടിയുടെ കൂടെ വേണമെങ്കിൽ അരിപ്പൊടിയോ റവ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. നന്നായിട്ട് മൊരിഞ്ഞ പഴംപൊരി നമുക്ക് അപ്പോൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തു. അതുപോലെ 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഞാൻ ഇട്ടേക്കുന്നത് 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ റവ ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ളാണ് കേട്ടോ. എള്ളെടുക്കട്ടെ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാറേ, എൻ്റെ സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, സൂക്ഷിച്ച് വെക്കുമ്പോൾ നമ്മൾ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുമ്പോൾ അതിൻ്റെ പേരൊക്കെ കണ്ടോ എള്ള് എന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുക കേട്ടോ. എള്ള് അതുപോലെ കണ്ടോ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ജീരകം, ഉലുവ, ഇതെല്ലാം ഞാനിങ്ങനെ പേര് എഴുതി വെച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കോ ഹസ്ബൻഡോ ആർക്കായാലും ഓടി വന്ന് എടുക്കാൻ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ എപ്പോഴും. കണ്ടെയ്നറുമ്മയൊക്കെ അക്ഷരത്തെറ്റൊക്കെ വരികയാണ് കേട്ടോ. ഒക്കെ ക്ഷമിക്കുക. കണ്ടെയ്നറുമൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുമ്പോൾ നമ്മൾക്ക് വേഗം എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും കേട്ടോ. അത് ഇതാണ്ടോ ഉപ്പ് പൊടി എന്ന് എഴുതി വെച്ചാണ് കേട്ടോ. ഇതാ ഉപ്പ് പൊടി കണ്ടോ. അങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ ഇത് കണ്ടോ പട്ട, ഗ്രാമ്പു, ഏലക്ക, മസാല, ചുക്ക് ഇതെല്ലാം ഞാൻ ഒരു പാത്രത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് പിന്നെ ഇവിടെ ബേ ലീഫ് കണ്ടോ. ഇതാ പട്ട ഇല കണ്ടോ. ഇതാണ് ബേ ലീഫ് കേട്ടോ. ഇവിടെ എങ്ങനെയാണ് വാങ്ങാൻ കിട്ടുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ കറുകപ്പട്ടയുടെ എല്ലാം നാട്ടിൽ കിട്ടും. പക്ഷെ അത് കുറച്ച് ഉണങ്ങിയത് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ നാട്ടിലൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെ കസൂരി മേത്തി അതൊക്കെ ഞാൻ ഇതിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഈസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ എഴുതി വെച്ചിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ പെട്ടെന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് കേട്ടോ. കറുത്ത എള്ള് അതും കൂടെ. അതിപ്പോൾ എത്ര അളവൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴത്തിന് മധുരം ഉള്ളതാണെങ്കിലും നമ്മൾ ഈ കോട്ടിങ്ങിന് ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കേട്ടോ. ഒരു 3 ടീസ്പൂണോ 4 ടീസ്പൂണോ വരെയൊക്കെ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു മധുരം നമുക്ക് ആ പുറത്തുനിന്ന് തന്നെ കടിക്കുമ്പോൾ മധുരമായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കേട്ടോ. ഇത്രയും ചേർത്തുകൊണ്ട് നല്ല പോലെ ഒന്ന് എല്ലായിടത്തേക്കും ഇത് മിക്സ് ചെയ്യുക കേട്ടോ. ആ മധുരവും ആ ഉപ്പും ആ മഞ്ഞപ്പൊടിയൊക്കെ എല്ലായിടത്തേക്കും ആവാൻ വേണ്ടി ഒന്ന് കൈവച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എത്ര അളവെന്ന് വെച്ചാൽ ഞാൻ കുഴക്കുന്നതിനനുസരിച്ച് നമുക്ക് വല്ലാതെ ലൂസാവും വേണ്ട, എന്നാൽ വല്ലാതെ തിക്കാവാനും പാടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കുഴയ്ക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പഴം ഇവിടെ ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളിവിടെ 5-8 കാണിക്കണുള്ളൂ. അപ്പോൾ മാവ് എനിക്ക് അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ പറയാൻ വിട്ടുപോയി. അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ മാവ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഴം എത്രയുള്ളതിനനുസരിച്ച് മാവ് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ടാവും. അപ്പോൾ ഞാനത് അരിഞ്ഞു വെച്ചിട്ടില്ല. അരിഞ്ഞു വെച്ചതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചേക്കണത് കേട്ടോ. അതിനുള്ള മാവ് അപ്പോൾ എനിക്ക് 2-3 പഴം കൂടി ഇരിക്കുന്നുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതിനുള്ള മാവാണ് ഞാൻ കണക്കാക്കിയിട്ട് ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇതാ കണ്ടോ, ഇത് ഈ രൂപത്തിൽ തന്നെ ആവണം. വല്ലാതെ ലൂസാവാനും പാടില്ല, എന്നാൽ വല്ലാതെ തിക്കായിട്ട് പോകാനും പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഇപ്പോൾ ഏലക്കപ്പൊടി ചേർക്കാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ്, പക്ഷേ എൻ്റെ മക്കൾക്കും ഹസ്ബൻഡും ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് പഴംപൊരിയിനുള്ളിൽ അവർക്കത് ഇഷ്ടമല്ല. അപ്പോൾ അത് പുതിയ അറിവാണ് കേട്ടോ, ഏലക്കപ്പൊടിയും കൂടി ചേർക്കാൻ പറയുന്നത്. അപ്പോൾ എന്നോട് അവിടെ ഞാൻ പറയേണ്ട ഒരു ആൻറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാറില്ല ആൻറ്റിയുടെ കാര്യം. ആൻറ്റി പറയാറുണ്ടായിരുന്നു ഇങ്ങനെ കേല ഫ്രൈ എന്നാണ് അവർ പറയാട്ടോ ഹിന്ദിയിൽ. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ അവരതിൽ ഇലൈച്ചി എന്ന് പറയും. ഇലൈച്ചി എന്ന് പറഞ്ഞാൽ ഏലക്കായ. അപ്പോൾ അത് ഒരു ചതച്ച് ഇത് ചേർക്കും. അപ്പോൾ വളരെ ടേസ്റ്റാണ്. ചിലവർക്ക് വാഴക്കാപ്പം എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങളും ഇവിടെ നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ പിന്നെ പഴംപൊരി എന്ന് പറയാം. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ പേരെന്നൊക്കെയല്ല, വാഴക്കാപ്പം എന്ന് പറഞ്ഞാലും അറിയാം. അപ്പോൾ ഏലക്കപ്പൊടി ചേർത്തിട്ട് നിങ്ങളൊന്നും ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോഴും വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ
അപ്പോൾ അതാ ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നത്തെ പോലെ തന്നെ അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഞങ്ങൾക്കിവിടെ വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലായാലും കുറച്ച് ടേസ്റ്റ് ആയിരിക്കും, ഇതിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങൾക്കിവിടെ വെളിച്ചെണ്ണയെക്കാളും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ഓയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് പാനൊക്കെ ചൂടായി വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പഴമായിരിക്കും ഇട്ട് കൊടുത്തിട്ട് വരണം. എന്നിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. വേണ്ടോ അങ്ങനെ ഇങ്ങോട്ട് എടുക്കുക. ക്യാമറ ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടാണ് ഇട്ടത് കാണിച്ചത്. മോൻ്റെ മേത്തേക്ക് എണ്ണ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് അടുത്തതുപോലെ ഇട്ട് കൊടുക്കും. അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരെണ്ണം കൂടി ഇടാൻ സ്ഥലമുണ്ട്, അപ്പോൾ ഒരെണ്ണം കൂടി നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടാതെ നോക്കുക കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അല്ലെങ്കിൽ പഴം ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കോട്ടിങ് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് വറുത്ത് പോരാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, റവയൊക്കെ ചേർത്ത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. കറുമുറയായിട്ട് നമുക്ക് നമ്മുടെ പഴംപൊരി കടിച്ചു തരാം. പിന്നെ നിങ്ങൾ മൈദയൊക്കെ ചേർത്തുണ്ടാക്കണവരാണെങ്കിൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ റവ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ, ഗോതമ്പ് പൊടി ആയാലും ഏത് പൊടിയായാലും അതൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇത് കണ്ടാൽ തന്നെ അറിയാം വളരെ ടേസ്റ്റാണെന്ന്. പിന്നെ തന്നെയല്ല, ഇതിൽ എള്ള് ചേർത്തുകൊണ്ട് ആരും അങ്ങനെ എള്ളൊന്നും ചേർത്ത് ഞങ്ങൾ നാട്ടിലൊന്നും ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എള്ളൊക്കെ ചേർത്തുകൊണ്ട് കണ്ടോ വളരെ ഇതായിട്ടിരിക്കുന്നത് കണ്ടോ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ. കണ്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ, വളരെ ടേസ്റ്റാണ് അത്. ഞങ്ങളിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുള്ളൂ. പിന്നെ വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഗോതമ്പ് പൊടിക്കാണല്ലോ, മൈദയൊക്കെ ആകുമ്പോൾ അത്ര ഇതല്ല. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള പഴം, ഗോതമ്പ്, അതുപോലെ എള്ളൊക്കെ ആകുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്നാക്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നല്ലൊരു വിഭവമായിട്ട് ഇനി കാണുന്നതായിരിക്കും. നമുക്ക് നന്ദി. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ.